അമ്മ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ഞാൻ പോയിന്ന് അന്വേഷിച്ചിട്ട് വന്നാലോ? അമ്മ. അമ്മേ, അമ്മേ, അച്ഛനെ കാണാൻ പറ്റിയോ? കണ്ടു. അച്ഛനെ കാണാൻ പോണ്ടായിരുന്നു. അച്ഛനൊന്നാമത് ആകെ മനസ്സ് വിഷമിച്ച് കഴിയായിരിക്കും. ആരെയും കാണാതെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് കാണും. നമ്മളിൽ ആരെങ്കിലും ചെന്നാ സങ്കടം കൂടുകയുള്ളൂ. സിദ്ധുവിന് മാത്രമല്ല, എനിക്കുണ്ട് സങ്കടം. അത് കുറയണമെങ്കിൽ എനിക്ക് സിദ്ധുവിനെ കാണണം. അമ്മേ, അച്ഛൻ എന്താ പറയുന്ന അമ്മേ? തനൂജയുടെ കാര്യത്തില് അച്ഛന്റെ തീരുമാനം മാറ്റിയോ? ബലരാമൻ അങ്കിളാണ് തനൂജയുടെ അച്ഛനെന്ന് പുറത്ത് പറയുവോ? ഇല്ല, സിദ്ധു വ്യക്തമായി തന്നെ അത് പറഞ്ഞു. ബലരാമന്റെ ആത്മാവിനോട് നീതികേട് കാണിക്കാൻ പാടില്ലെന്നു. വേണ്ട, ഇനി നിർബന്ധിച്ചിട്ട് കാര്യമില്ല. സിദ്ധുവിന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. ആ നന്ദ, എന്താ അമ്മേ? ആ ത്യാഗരാജൻ ഇനി നിന്നെ ഉപദ്രവിക്കാൻ വരില്ല. അതിനി അവന് ധൈര്യം കിട്ടില്ല. അല്ല, അതിന് ത്യാഗരാജനെ ഉപദ്രവിച്ചെന്ന് ആരാ പറഞ്ഞത്? നിന്നെ അവന്റെ ആൾക്കാർ പിടിച്ചോണ്ട് പോയില്ലേ, മർദ്ദിച്ചില്ലേ? കഴിഞ്ഞ ദിവസം നിന്നെ കാണാതിരുന്നത് നീ മനഃപൂർവ്വം മാറി നിന്നാണെന്നാ എന്നോട് പറഞ്ഞത്. അത് പക്ഷേ ത്യാഗരാജന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടുപോയതല്ലേ? നിന്നെ അടിച്ച് അവശനാക്കിയില്ലേ? വേണ്ട മോനെ, മക്കളുടെ മുഖം ഒന്ന് മാറിയ അവര് വിഷമിച്ചാൽ അമ്മമാരത് തിരിച്ചറിയും. നിന്റെ മുഖത്തുള്ള ഈ പാടുകൾ അമ്മ കണ്ടില്ല എന്നാണോ നീ കരുതിയത്? അവൻ എന്താ വിചാരിച്ചത്? ചന്ദ്രോത്ത് ഒരാളെ തൊട്ട ആരും ചോദിക്കാനും പറയാനും ചെല്ലില്ല എന്നോ? ചോദിക്കേണ്ടത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, പറയേണ്ടത് പറയുകയും ചെയ്തു. അവന് മനസ്സിലായി, അടുത്തതിന് ഞാൻ ചെല്ലുന്നത് പറയാനായിരിക്കില്ല, പറയുന്നത് ചെയ്യാനായിരിക്കുന്നു. സത്യം പറഞ്ഞ സിദ്ധുവിനെയും കണ്ട് തേവക്കാടും പോയി കഴിഞ്ഞപ്പോ മനസ്സൊന്ന് ശാന്തമായി. ഒരു ശക്തി കിട്ടി, ആര് വന്നാലും നേരിടാനുള്ള ശക്തി. കൂട്ടുകൂടിയ 10 വർഷങ്ങൾ.